കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ പിടിയിൽ. കൊല്ലപ്പെട്ട JC എബ്രഹാമിന്റെ പരിചയക്കാരൻ കാക്കനാട് സ്വദേശി ഗിരീഷ് ബാബു, ഖദീജ എന്നിവരാണ് പിടിയിലായത്. JCയുടെ സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. പ്രതികളുമായി തെളിവെടുപ്പ് ആരംഭിച്ചു. സൈഫുന്നിസ അലിയാർ നൽകും വിവരങ്ങൾ. സൈഫുന്നിസ, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? സുജയ പാർവതി, ആദ്യം പ്രതിയെ കൊണ്ടുപോകുന്നത് പള്ളിക്കര ഭാഗത്താണ്. ഈ കൊലപാതക കൃത്യം നടത്തിയ ശേഷം പ്രതി ബൈക്ക് ഉപേക്ഷിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സ്ഥിരീകരിക്കുന്ന അടക്കമുള്ള നടപടികൾക്കായാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന ഫ്ളാറ്റിലാണ്. ഈ ഫ്ളാറ്റിലെത്തിച്ച് ഉച്ചയോടുകൂടി തെളിവെടുപ്പ് നടക്കും. ഈ JC എബ്രഹാം കൊല്ലപ്പെട്ടത് ഈ നവംബർ 17-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. പകൽ കൊല്ലപ്പെട്ട ശേഷം പക്ഷേ പോലീസ് രാത്രി എത്തി. അതായത് മകൾ കാനഡയിലാണ്. ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനാൽ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇവിടെ എത്തി വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോഴുമാണ് ഈ JCയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാത്റൂമിൽ തലയടിച്ച് വീണ് മരണം എന്ന രീതിയിലേക്കായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ഇൻക്വസ്റ്റിൽ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഇത് കൊലപാതകമാണെന്ന് ലഭിക്കുകയും പിന്നീട് ഈ JCയുടെ പരിചയക്കാരിലേക്കും ഒപ്പം തന്നെ മറ്റ് CCTVകൾ കേന്ദ്രീകരിച്ചുമെല്ലാം നടത്തിയ അന്വേഷണത്തിലാണ് ഈ JCയുടെ തന്നെ സുഹൃത്തായ ഗിരീഷ് ബാബു ആണ് കൊലപാതകം നടത്തിയതെന്ന് അറിഞ്ഞത്. ഈ ഗിരീഷ് ബാബു എത്തിയത് തന്നെ വളരെ ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്താൻ എത്തിയത്. ഇയാൾ കാക്കനാട് ഭാഗത്തുള്ള സഹോദരൻ്റെ ബൈക്ക് എടുത്ത് പകുതി ദൂരം വന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വേറൊരു ഭാഗത്ത് ചെല്ലുന്നു. അവിടുന്ന് മറ്റൊരു ഓട്ടോ പിടിച്ച് ഈ ഫ്ളാറ്റിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. ഇവിടെ എത്തിയ ശേഷം JCയുമായി ഒപ്പം ഇരുന്ന് മദ്യപിച്ചതിന് ശേഷം ബോധരഹിതയായ JCയെ കയ്യിൽ കൊണ്ടുവന്ന ഭാരമുള്ളൊരു വസ്തു വെച്ച് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് തലയടിച്ച് ബാത്റൂമിൽ മരിച്ചു എന്ന തെറ്റിദ്ധരിപ്പിക്കുവാനായി മൃതദേഹം ബാത്റൂമിലെത്തിച്ച് ഉപേക്ഷിച്ച ശേഷം വാതിൽ പൂട്ടി താക്കോലുമായി കടന്നു കളയുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ പ്രതികളിലേക്ക് എത്തിയത്. ഇയാൾക്ക് ഈ പല രീതികളിലും, അതായത് റമ്മി കളിച്ചും മറ്റുമെല്ലാം തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കടം നികത്തുക അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് JCയുടെ കയ്യിൽ പണവും സ്വർണവും ഉണ്ട് എന്ന നിഗമനത്തിലാണ് ഇവിടെ വന്ന് കൊലപാതകം നടത്തിയത്. JCയുടെ കയ്യിലുള്ള 2 വളകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് പോലീസിന് ആദ്യം ഇതൊരു മോഷ്ടാവാണോ എന്ന് സംശയം തോന്നിയിരുന്നു. പക്ഷേ ഈ രീതിയിൽ കൊലപാതകം നടത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ പോലീസിന് അത് പരിചയമുള്ള ഒരാളാണ് എന്ന ധാരണയിലേക്ക് വരികയും പിന്നീട് ഗിരീഷ് ബാബുവിനെ പിടികൂടുകയുമായിരുന്നു. ഗിരീഷ് ബാബുവിന് സഹായം ചെയ്തതിനാണ് ഇയാളുടെ സുഹൃത്തായ ഖദീജയെയും പിടികൂടിയത്. ഗിരീഷ് ബാബു ഈ ഇൻഫോ പാർക്കിൽ ജീവനക്കാരനാണ്. MCA കഴിഞ്ഞ ആളാണ്. 42 വയസ്സുകാരനാണ്. ഇയാൾ എന്തായാലും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ്. പള്ളിക്കര ഭാഗത്ത് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇനി ഈ ഫ്ളാറ്റിന് അപ്പാർട്ട്മെന്റിൽ എത്തിച്ചും തെളിവെടുപ്പ് നടക്കും. ശരി, സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.